നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ മലയോര ജില്ലകൾ നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. മലങ്കര CSI പള്ളി ദേവാലയ പ്രതിഷ്ഠ നടത്തി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ചു. വഴിതർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു. മുള്ളരിങ്ങാട് പുത്തൻപുരയ്ക്കൽ സുരേന്ദ്രനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 11-ന് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് പോയ വയോധികനെ വാഹനം തടഞ്ഞു നിർത്തി ഇറക്കിയതിനു ശേഷമാണ് മർദ്ദിച്ചത്. മതസൗഹാർദ്ദത്തിന് മാതൃകയായി ഇടുക്കിയിലെ രാജാക്കാട്. നോമ്പുതുറയിൽ പങ്കാളികളായി വിവിധ മതവിശ്വാസികൾ. മതസൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകി ഇഫ്താർ സംഗമം നടന്നു. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ അധ്യാപകർ മൂടിക്കെട്ടി പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ മലയോര ജില്ലകൾ നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തൊടുപുഴയിൽ എത്തിയ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ശക്തമായ പ്രക്ഷോഭം നടത്തിയതുകൊണ്ടാണ് മരണപ്പെട്ട ആളുകൾ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറായി. അതും എത്രയാ? ഞങ്ങളന്ന് UDF ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഒരു വിലപ്പെട്ട ജീവന് ഞങ്ങൾ വില കൽപ്പിച്ചതല്ല, പക്ഷെ വെറും 10 ലക്ഷം രൂപ പലതും കൊടുത്തിട്ടില്ല. ഈ വന്യജീവി ആക്രമണം മൂലം കേരളത്തിലെ 106 പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ അപകടത്തിലായിട്ടും അത് തടയാനുള്ള ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിൽ പിണറായി സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. സത്യത്തിൽ പല സന്ദർഭത്തിലും പറഞ്ഞു, മയക്കുവെടി വയ്ക്കേണ്ടത് കാട്ടാന ഇറങ്ങി വരുന്ന കാട്ടാനയ്ക്കല്ല, മയങ്ങിക്കിടക്കുന്ന ഫോറസ്റ്റ് മന്ത്രിയാണ് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അലസത, ഉദാസീനത കൊണ്ടാണ് ഇത് പലതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായത്. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു. എന്താണ്? 1972 വന്യജീവി സംരക്ഷണ വകുപ്പിലെ 11(2) വകുപ്പ് അനുസരിച്ച് ജീവന് ഭീഷണി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ഫോറസ്റ്റിൽ പ്രത്യേകമായി ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു ഉദ്യോഗത്തിന് ആ വകുപ്പ് അനുസരിച്ച് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം വിനിയോഗിക്കാൻ CCFന്റെ നിർദ്ദേശം വേണം. ഇവരെ വെടിവെച്ച് കൊല്ലാം. ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, കാട്ടുപന്നികളെ വെടിവെക്കാൻ കർഷകർക്ക് തോക്ക് ലൈസൻസ് കൊടുത്തതുപോലെ തോക്ക് ലൈസൻസിന് അർഹരായ ആളുകൾക്ക് തോക്ക് ലൈസൻസ് കൊടുക്കണം. അതിന് വേണ്ടത് എന്താ? 72 നിയമത്തിൽ അതിനാവശ്യമായ ഭേദഗതി വരുത്താം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മലയോര കർഷകരുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ്. മലയോര കർഷകരെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങളിത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ അധികാരം കൃഷിക്കാർക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവരികയും വനാതിർത്തിയിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യും. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശന അനുമതി. സന്ദർശകരുടെ എണ്ണത്തിന് നിയന്ത്രണം. റംസാൻ, വിഷു അവധിയും മധ്യവേനൽ അവധിയും പരിഗണിച്ചാണ് ഇടവേളയ്ക്ക് ശേഷം കർശന നിബന്ധനകളോടെ അനുമതി നൽകാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചത്.
രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. പാസ് മൂലമാകും പ്രവേശനം. സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഗ്ഗി കാറുകളിലാകും സന്ദർശനത്തിന് അനുമതി. എന്നാൽ ഡാമിലെ ജലനിരപ്പും സാങ്കേതിക പരിശോധനകളും നടത്തുന്ന ബുധനാഴ്ച ദിവസം പൊതുജനങ്ങൾക്ക് സന്ദർശന അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. ഇടുക്കിയുടെ ടൂറിസം സാധ്യതകൾക്കും ഇടുക്കിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടാൻ കഴിയുന്ന തരത്തിൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ച ഈ മെയ് മാസം 31-ാം തീയതി വരെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ച നടപടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇടുക്കി മേഖലയിലെ വ്യാപാരികളും റിസോർട്ട് ഉടമകളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിനും അതോടൊപ്പം തന്നെ ഉല്ലാസയാത്രയ്ക്കും ഏറ്റവും നല്ല ഒരു പ്രദേശമായ ഇടുക്കിയുടെ ഡാമുകൾ മെയ് 31 വരെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ ഹർഷാരവത്തോടു കൂടിയാണ് ഈ പ്രദേശത്തെ ആളുകൾ നോക്കിക്കാണുന്നത്. തീർച്ചയായും ഇടുക്കിയിലെ ടൂറിസത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് ഡാം തുറന്നു കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോൺ, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ചെറുതോണി അണക്കെട്ടിൽ നിന്നും യാത്ര തുടങ്ങി ഇടുക്കി ആർച്ച് ഡാമും വൈശാലി ഗുഹയും ഒക്കെ കാണാൻ അവസരമുണ്ട്. ബഗ്ഗി കാറിൽ സഞ്ചരിക്കുന്നതിന് 8 പേർക്ക് 600 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അണക്കെട്ടിൽ പ്രവേശിക്കുന്നതിന് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇടുക്കി ഡാമിലെ ജലാശയത്തിലൂടെ വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ള ബോട്ട് യാത്രയ്ക്ക് പുറമെ സമീപത്തുള്ള ഹിൽ വ്യൂ പാർക്ക്, കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് തുടങ്ങിയ കാഴ്ചകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലങ്കര CSI പള്ളി ദേവാലയ പ്രതിഷ്ഠ നടത്തി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ചു. ജോജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മലങ്കര സെന്റ് ആൻഡ്രൂസ് CSI ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്തി. ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് കാർമ്മികത്വം വഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കെട്ടിടനാം ദൈവാരാധനയ്ക്കായി പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. വരുവോളം തന്റെ സമാജത്തെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സാക്ഷ്യം വഹിക്കാൻ ഈ ആലയം തുറക്കപ്പെടുന്നു. ഈസ്റ്റ് കേരള മഹാ ഇടവക മുൻ ബിഷപ്പ് റവറൻ ഡോക്ടർ KG ഡാനിയൽ, മധ്യ കേരള ഇടവക ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇതിന്റെ ഭാഗമായി തിരുമേനിമാർക്ക് സ്വീകരണം, പ്രദക്ഷിണം, വിടവാങ്ങൽ ശുശ്രൂഷ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ റവറൻ VS ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അനുഗ്രഹ പ്രഭാഷണവും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണവും നടത്തി. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. 111 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായ ദേവാലയം. തൊടുപുഴ MLA PG ജോസഫ് സന്ദേശം നൽകി. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് KK ആശംസ നേർന്നു. ഇടവക വികാരി റവറൻ ഡോക്ടർ ജോസ് ഫിലിപ്പ് അമ്പാട്ട് സ്വാഗതവും ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ഹോർമീസ് കുരുവിള കൃതജ്ഞതയും രേഖപ്പെടുത്തി. അതിനുശേഷം സഭാ സംഘടനകളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു.
11 വൈകിട്ട് 6:30 ഗാന ശുശ്രൂഷ, 7 മധ്യസ്ഥ പ്രാർത്ഥന, 7:15 ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. 12 രാവിലെ 10 ഉപവാസ പ്രാർത്ഥന, 6:30 ഗാന ശുശ്രൂഷ, 7 മധ്യസ്ഥ പ്രാർത്ഥന, 7:15 പുതുപ്പള്ളി സെന്റ് പോൾസ് ഹോരേബ് മാർത്തോമ പള്ളി ഇടവക വികാരി റവറൻ ഷാജി തോമസിന്റെ സന്ദേശം എന്നിവയും ഉണ്ടായിരിക്കും. 13 വൈകിട്ട് 6:30 ഗാന ശുശ്രൂഷ, 7 മധ്യസ്ഥ പ്രാർത്ഥന, 7:15 തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ഫാദർ പൗലോസ് പാറേക്കര കോറെപ്പിസ്കോപ്പ കൺവെൻഷൻ സമാപന സന്ദേശം നിർവഹിക്കും. 14 രാവിലെ 8:30 ദേവാലയത്തിലെ പ്രഥമ ഞായർ വിശുദ്ധ സംസർഗ ആരാധന എന്നിവയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴിതർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു. മുള്ളേരിങ്ങാട് പുത്തൻപുരയ്ക്കൽ സുരേന്ദ്രനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 11-ന് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് പോയ വയോധികനെ വാഹനം തടഞ്ഞു നിർത്തി ഇറക്കിയതിനു ശേഷമാണ് മർദ്ദിച്ചത്. മുള്ളേരിങ്ങാട് അമ്പലപ്പടിയിലാണ് സംഭവം. വഴിയിൽ കിടന്ന സുരേന്ദ്രനെ ഏറെ നേരത്തിന് ശേഷം നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജുവും ചേർന്നാണ് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. കാളിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുള്ളരിങ്ങാട് 60-കാരിയുടെ മർദ്ദനമേറ്റ 73-കാരൻ മരിച്ചു. മാമ്പാറ പോങ്ങം പുത്തൻപുരയ്ക്കൽ സുരേന്ദ്രനാണ് മരിച്ചത്. വഴിത്തർക്കമാണ് കാരണം. ഭാര്യ മകളുടെ അടുത്തായിരുന്നതിനാൽ തന്നെ താമസിക്കുന്ന സുരേന്ദ്രൻ തന്നെയാണ് കുറച്ചുനാളായി കഴിയുന്നത്. ബുധനാഴ്ച രാവിലെ ചായക്കടയിൽ പോയി ഭക്ഷണം കഴിച്ച് ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രാവിലെ 9:30-ക്കാണ് വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തിയത്. ഇതോടെ ഇയാളെ ഇവിടെ ഇറക്കിയതിനു ശേഷം ഓട്ടോ തിരിച്ചുപോയി. ഇതിനെ തുടർന്നാണ് അയൽവാസിയായ സ്ത്രീ മർദ്ദിച്ചത്. മുള്ളരിങ്ങാട് അമ്പലപ്പടിയിലാണ് സംഭവം. സ്ത്രീ ഇയാളെ ചെരുപ്പുകൊണ്ടും കല്ലുകൊണ്ടും തെങ്ങിൻ മടക്കില കൊണ്ടും മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദനമേറ്റ ഇയാൾ മുഖമിടിച്ച് നിലത്തു വീണു. ഇയാളെ അവിടെ ഉപേക്ഷിച്ച് മർദ്ദിച്ചയാൾ വീട്ടിലേക്ക് പോയി. വഴിയിൽ കിടന്ന സുരേന്ദ്രനെ ഏറെ നേരത്തിനു ശേഷം നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജുവും ചേർന്നാണ് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. കാളിയാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്നും കാളിയാർ CI പറഞ്ഞു. പ്രതിയെന്ന് കരുതുന്ന മുള്ളരിങ്ങാട് കല്ലുങ്കൽ ദേവകിയെ കാളിയാർ പോലീസ് നിരീക്ഷണത്തിലാണ്. മതസൗഹാർദ്ദത്തിന് മാതൃകയായി ഇടുക്കിയിലെ രാജാക്കാട്. നോമ്പുതുറയിൽ പങ്കാളികളായി വിവിധ മതവിശ്വാസികൾ. മതസൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകി ഇഫ്താർ സംഗമം നടന്നു. മതസൗഹാർദ്ദത്തിലൂടെ കേരളത്തിന് മാതൃകയാവുകയാണ് രാജാക്കാട്ടിലെ വിവിധ മത സാമുദായിക സംഘടനകൾ. ഉത്സവങ്ങൾ, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചാണ് ഇവിടെ ആഘോഷിക്കുന്നത്. മതമേതായാലും എല്ലാവരും സഹോദരങ്ങളാണെന്ന വിശ്വാസമാണ് രാജാക്കാട് നിവാസികൾക്കുള്ളത്. ഇതിന്റെ ഭാഗമായി മതസൗഹാർദ്ദ കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങളിലും നോമ്പുതുറയിലും ഒപ്പം ചേരുകയാണ് രാജാക്കാട്ടിലെ വിവിധ മതവിശ്വാസികൾ. മമ്മട്ടിക്കാനം ജമാഅത്ത് കമ്മിറ്റിയുടെയും മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട കാഴ്ചയായി മാറി. ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ സ്വർഗീയ നിമിഷമാക്കി മാറ്റുന്നു. അതാണ് ഇന്നിവിടെ സംഭവിച്ച കാര്യം. ഇത് ലോകത്തോട് മുഴുവനുള്ളൊരു സന്ദേശമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മതിൽക്കെട്ടുകൾ വിട്ട് ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്നും നമ്മൾ സഹോദരങ്ങളാണെന്നും ഓർത്ത് സ്നേഹിക്കുവാൻ, ഒരു നിമിഷം ഒന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകണം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിക്കും. ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളാണ് ഇഫ്താർ സംഗമം നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നത്. മതസൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകിയ ഇഫ്താർ സംഗമം മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾ ചെലവഴിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി നൽകിയത് ഒരു ഹൈന്ദവ സഹോദരനാണ്. ഇങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സംഭവം, ഈ ഒരു ഇഫ്താർ നടക്കണം. മുസ്ലിം സമുദായത്തിൻ്റെതാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റേതാണെങ്കിലും ഹൈന്ദവ സമുദായത്തിൻ്റേതാണെങ്കിലും വളരെ മനോഹരമായി എല്ലാവരും കൂടി ചെന്ന് ഒരാഘോഷമാക്കണമെന്ന ഒരു സ്പിരിറ്റിലാണ് എല്ലാ രാജാക്കാട് നിവാസികളും. ഇത് കാലാകാലത്തോളം നിലനിൽക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാളുകൾ വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് രാജാക്കാട്ടിലെ വിവിധ മതവിശ്വാസികൾ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രതികൂല കാലാവസ്ഥയിൽ കഠിനമായ വ്രതത്തിലൂടെ നേടിയെടുത്ത നന്മകളും ഉപേക്ഷിച്ച തിന്മകളും വരും ജീവിതത്തിൽ നിലനിർത്താൻ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും വ്രതം തന്നെ വിശുദ്ധി സംരക്ഷിക്കണമെന്നും തൊടുപുഴ ടൗൺ സലഫി മസ്ജിദ് ഇമാം അക്ബർ സലാഹി ഉദ്ബോധിപ്പിച്ചു. കേരള നദ്വത്തുൽ
മുജാഹിദ്ദീൻ കുമ്പങ്കല്ല് BTM സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിൽ കഠിനമായ വ്രതത്തിലൂടെ നേടിയെടുത്ത നന്മകളും ഉപേക്ഷിച്ച തിന്മകളും വരും ജീവിതത്തിലും നിലനിർത്താൻ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും വ്രതം തന്ന വിശുദ്ധി സംരക്ഷിക്കണമെന്നും തൊടുപുഴ ടൗൺ സൽഫി മസ്ജിദ് ഇമാം അക്ബർ സൊലാഹി ഉദ്ബോധിപ്പിച്ചു. മറ്റുള്ളവരുടെ വിശപ്പും വിഷമങ്ങളും മനസ്സിലാക്കാൻ വ്രതത്തോളം പറ്റിയതൊന്നും ലോകത്തില്ലെന്നും നോയമ്പ് കൊണ്ട് പാകപ്പെടുത്തിയ സൂക്ഷ്മതാബോധം ജീവിതത്തിലെ നന്മകൾക്ക് പ്രചോദനമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക സമാധാനത്തിനും ഗാസയിലെ പീഡിതർക്കും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കുമ്പംകല്ല് BTM സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഈദിനോടനുബന്ധിച്ച് സംഘടിത ഫിദർ സക്കാത്ത് വിതരണവും നടത്തി. തക്ബീർ ചൊല്ലിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ബന്ധുവീടുകൾ സന്ദർശിച്ചും ആശംസകൾ കൈമാറിയും കൂടുതൽ പൊലിമയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ അധ്യാപകർ മൂടിക്കെട്ടി പ്രതിഷേധം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, മുതലക്കോടം, കട്ടപ്പന മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് ലയനവിരുദ്ധ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അവർ ആരോപിച്ചു. ജില്ലാതല പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം FHSTA ജില്ലാ ചെയർമാൻ ഫ്രാൻസിസ് തോട്ടത്തിൽ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ലയന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഖാദർ കമ്മിറ്റി ശുപാർശ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ, മുതലക്കോടം, കട്ടപ്പന മൂല്യനിർണ്ണയ ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ ലയനവിരുദ്ധ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകർ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി മുട്ടിന്മേൽ നിന്നാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന്റെ വേതനം ഇതുവരെയും മുഴുവനായും ലഭിച്ചിട്ടില്ലെന്നും അവർ ആരോപിച്ചു. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം നടത്തിയ പകുതിയോളം അധ്യാപകർക്ക് ഇനിയും വേതനം ലഭിച്ചിട്ടില്ല. ജില്ലാതല പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം FHSTA ജില്ലാ ചെയർമാൻ ഫ്രാൻസിസ് തോട്ടത്തിൽ നിർവഹിച്ചു. നമുക്ക് 22% DA കിട്ടാനുണ്ട്. നമുക്ക് പരീക്ഷാ വാല്യുവേഷന്റെ പ്രതിഫലം തരാനുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 22 നവംബർ മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നും ഏതാണ്ട് 20 കോടിയോളം രൂപ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നും പരീക്ഷാ ഫീസ് ഇനത്തിൽ നമുക്ക് പരീക്ഷ നടത്താൻ, ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ, വാല്യുവേഷന്റെ റിമുനറേഷൻ കൊടുക്കാൻ, TA കൊടുക്കാൻ, DA കൊടുക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ നിന്നും പിരിച്ച കോടിക്കണക്കിന് 20 കോടിയിൽ പരം രൂപ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് 2-2.5 കൊല്ലം മുമ്പ് പിരിച്ച പൈസയിൽ നിന്നും ഒരു പൈസ പോലും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നമുക്ക് 2 പൈസ തരാൻ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. നമ്പർ 1 കേരളം എന്ന് പിണറായി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള സമസ്ത അടിമ കണ്ണുകളും നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ ഓർക്കുക എത്രമാത്രം ദരിദ്രമാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന്. കഴിഞ്ഞ മാസം ശമ്പളം തരാൻ ബുദ്ധിമുട്ടി. കഴിഞ്ഞ മാസം നമ്മളൊക്കെ വിരണ്ടുപോയി. സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ വിരണ്ടുപോയി. 10 ദിവസം താമസിച്ചു. ഈ മാസം ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഈ മാസം ആദ്യ ആഴ്ച വന്നു. മെയ് മാസം നിങ്ങൾ കുറിച്ചിട്ടോ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ ഭീകരമായ അവസ്ഥയുടെ ഒപ്പം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2016 പിണറായി വന്ന കാലം മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഹൈസ്കൂളുമായി ലയിപ്പിക്കാനും നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ഉൾപ്പെടെയുള്ള 35,000 തസ്തികകളെ ഇല്ലാതാക്കാനും വേണ്ടി ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ അപൂർണമായ അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് പിണറായിക്ക് പോലും, രണ്ടാമത്തെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് പോലും ശിവൻകുട്ടിക്ക് പോലും അറിയാൻ മേലാത്ത ആ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ആരോടും ആലോചിക്കാതെ എവിടെയും ചർച്ച ചെയ്യാതെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായി മുന്നോട്ട് പോരുകയാണ്. അതേസമയം SSLC മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്ക് കൃത്യമായി വേതനം വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലാതല പ്രതിഷേധ പരിപാടിയിൽ ഷിജു K. ജോർജ്, സംസ്ഥാന നേതാക്കളായ ജോസ് ജോസഫ്, ജിജി ഫിലിപ്പ്, KC സുനിൽ, ജോയ്സ് മാത്യു, ടോജി തോമസ്, സിജോ ജോസ്, മനോജ് T. ബെഞ്ചമിൻ എന്നിവർ പ്രസംഗിച്ചു. ഹയർ സെക്കൻഡറി സംവിധാനത്തെ അതിന്റെ എല്ലാ മഹിമകളും നഷ്ടപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നട്ടെല്ലായ ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടിയ യുവാവ്. പൂമാല നാളിയാനി സ്വദേശി ജെയ്മോനാണ് 3.5 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് നട്ടലിന് ഗുരുതര പരിക്ക് പറ്റി തളർന്നുപോയത്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടി യുവാവ്. പൂമാല നാളിയാനി സ്വദേശി ജെയ്മോനാണ് 3.5 വർഷം മുൻപ് തെങ്ങിൽ നിന്നും വീണ് നട്ടലിന് ഗുരുതര പരിക്ക് പറ്റി തളർന്നുപോയത്. തുടർന്ന് വിവിധ ചികിത്സകളുടെ ഭാഗമായി വീൽ ചെയറിൽ ഇരിക്കാവുന്ന അവസ്ഥയിലാണ്. വലതുകാൽ പൂർണ്ണമായും ഇടതുകാൽ ഭാഗികമായും ബലഹീനമാണ്.
നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുറെ നാളുകളായി കുടുംബവും ഇദ്ദേഹത്തെ നോക്കാത്ത സ്ഥിതിയിലാണ്. തുടർ ചികിത്സകൾ നടത്തി സ്വയം ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് ജയമോന്റെ ആഗ്രഹം. എനിക്ക് മരത്തേപ്പണിയാണ് എൻ്റെ തൊഴിൽ. കഴിഞ്ഞ 3.5 വർഷമായി തെങ്ങിൽ നിന്ന് വീണ് അപകടം സംഭവിച്ച് കിടപ്പിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വർഷങ്ങളോളം ചികിത്സ നടത്തി ഇപ്പോൾ ഈ നിലയിലെത്തി. നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മൂത്രം പോകാത്തതിനാൽ ട്യൂബ് ഇട്ടിരിക്കുന്നു. ഞാനും എല്ലാവരെയും പോലെ കൂലിപ്പണി എടുത്തു കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇനി തുടർന്നുള്ള ചികിത്സയ്ക്കായി നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും നല്ലവരായ ആളുകളുടെയും സഹായം എനിക്ക് അത്യാവശ്യമാണ്. എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് 1 വർഷമാകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിയുന്നത്. നാളിതുവരെയുള്ള ചികിത്സകൾ വഴി വലിയ കടബാധ്യതയുണ്ട് ഈ നിർധന യുവാവിന്. ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ജയമോൻ. സൺഡേ സ്കൂളുകളിലെ കൗമാരക്കാർക്ക് മുന്നിൽ വിവാദ സിനിമ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ നടപടിയിൽ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ്. മതസ്ഥാപനങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. OTT പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം കണ്ടുകൊണ്ടിരുന്ന ചിത്രമാണിത്. തിരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സർക്കാർ സംവിധാനമായ ദൂരദർശനിലൂടെ സിനിമ പ്രദർശിപ്പിച്ച BJPയുടെ നീക്കത്തെയാണ് കോൺഗ്രസ് എതിർത്തത്. ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അവസാനിപ്പിക്കണമെന്നാണ് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെയും നിലപാടെന്നും ഹസൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് തന്നെ ലംഘനമാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക ചാനലിൽ ഇത് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രതിഷേധം പലയിടത്തും വന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടിയോ KPCCയോ ആ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹം ഇത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് അതും തെരഞ്ഞെടുപ്പ് കാലത്ത് ശരിയല്ല. നമ്മുടെ സീറോ മലബാർ സഭയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് ഉദ്ധരിക്കാൻ കാരണം അവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. അവർ പറഞ്ഞത് സിനിമയെ ചൊല്ലി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. 4-ാം തീയതി നടന്ന ഒരു സംഭവം ഇപ്പോൾ വാർത്തയായതിന് പിന്നിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നറിയില്ല. തോട്ടം മേഖലയായ വണ്ടപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയും നമസ്കാരങ്ങളോടെയും ചെറിയ പെരുന്നാളിനെ വരവേറ്റു. 29 ദിവസത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ഇന്ന് സഹനത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിനമായ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഹിജ്റ വർഷം ശവ്വാൽ മാസം 1-നാണ് ലോക മുസ്ലിങ്ങളുടെ ആഘോഷമായ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. 1 മാസത്തെ വ്രതാനുഷ്ഠാനം അവസാനിച്ചതിന്റെ പിറ്റേന്നാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത്. ഈദുൽ ഫിത്തർ കേരളത്തിൽ ചെറിയ പെരുന്നാൾ എന്നറിയപ്പെടുന്നു. ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസമായ റമദാൻ മാസത്തെ പകലുകൾക്ക് ശേഷമാണ് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പീരുമേട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ ചെറിയ പെരുന്നാൾ ദിന പ്രത്യേക പ്രാർത്ഥനകളുടെയും നമസ്കാരങ്ങളുടെയും ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ടൗൺ ജുമാ മസ്ജിദ്, കറുപ്പുപാലം, മ്ലാമല, മൂങ്കലാർ, ചെങ്കർ, ചോറ്റുപാറ, പീരുമേട് ജുമാ മസ്ജിദ് തുടങ്ങിയ മസ്ജിദുകളിൽ രാവിലെ 8 മണിയോടുകൂടി ചെറിയ പെരുന്നാൾ ദിന നമസ്കാരം ആരംഭിച്ചു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ 2 ആഘോഷങ്ങളാണ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗത്തും 30 ദിവസത്തെ ത്യാഗനിർഭരമായ നോമ്പിന് ശേഷം, വളരെ ചൂടുകാലത്ത് നോമ്പെന്നൊക്കെ പറയുമ്പോൾ ത്യാഗമാണ്, വിശ്വാസപരമായി ആ ത്യാഗത്തെയൊക്കെ സഹിച്ചുകൊണ്ട് 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി ഒരു സന്തോഷ സുദിനത്തിലാണുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ അനുവദിക്കപ്പെട്ടിട്ടുള്ള 2 ആഘോഷങ്ങൾ തന്നെ 2 ദിശയിലേക്കാണ് പടച്ചോൻ നൽകിയിട്ടുള്ളത്. ഒന്ന്
സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക, 2 സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കുക. ഇസ്ലാമിലെ ഏതൊരു ആഘോഷം എടുത്തു നോക്കിയാലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലെല്ലാം ഈ ഒരു കടമകൾ പൂർത്തിയാക്കപ്പെടേണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 30 ദിവസത്തെ നോമ്പിന് ശേഷം പെരുന്നാൾ ദിവസത്തിൽ സന്തോഷിക്കാൻ ആസ്തിയില്ലാത്ത, കെൽപ്പില്ലാത്ത, സാമ്പത്തികമായിട്ടും മറ്റ് ഞെരുക്കത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സദക്കത്തുൽ ഫിത്ർ, സമ്പത്തുള്ള ആളുകൾ ഫിത്ർ സദക്ക എന്ന രീതിയിൽ സദക്ക ദാനം നിർബന്ധമാക്കിയിരിക്കുന്നു. ആ ദാനത്തിലൂടെ സഹജീവികളോടുള്ള അവരെയും ആ ദിവസത്തിൽ ആഘോഷിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയെടുക്കുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ആരാധനാപരമായ ഒരു ഭാഗവും, മറ്റൊന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദി എന്നോണം ഒരു ദിവസം അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ദിവസം രാവിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനാ നിർഭരമായ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. ഈ ഒരു സന്തോഷത്തിൽ നിലവിലെ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വണ്ടിപ്പെരിയാർ ടൗൺ ജുമാ മസ്ജിദിൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ച ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അനസ് കൗസരി അൽ ഖാസിമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മസ്ജിദിലും നടന്ന ചെറിയ പെരുന്നാൾ ദിന നമസ്കാരത്തിന് റിയാസ് സജീർ മൗലവി, ഷരീഫ് മൗലവി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ നടന്ന ചെറിയ പെരുന്നാൾ ആഘോഷത്തെ തോട്ടം മേഖലയിലെ മുസ്ലിം ജനത സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായാണ് വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇടുക്കി വെള്ളപ്പാറ ശ്രീ ഉമാമഹേശ്വരി ദേവീക്ഷേത്രത്തിൽ മീനഭരണി പൊങ്കാല മഹോത്സവം നടന്നു. പൊങ്കാല മഹോത്സവങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി VS സജീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി വെള്ളാപ്പാറ ശ്രീ ഉമാമഹേശ്വരൻ ദേവീക്ഷേത്രത്തിൽ മീനഭരണി പൊങ്കാല മഹോത്സവമാണ് നടന്നത്. ഇടുക്കിയിൽ കുടിയേറ്റ ചരിത്രത്തിന് മുൻപ് ആദിവാസി സമൂഹം വെച്ച് ആരാധിച്ചിരുന്ന കൽവിളക്കാണ് പിന്നീട് ക്ഷേത്രമായി നിർമ്മിച്ചത്. ഇന്നും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമാണുള്ളത്. പൊങ്കാല മഹോത്സവത്തിന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ബുധനാഴ്ച നടന്ന പൊങ്കാല മഹോത്സവങ്ങൾക്ക് VS സജീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കലം അടുപ്പിന് മുകളിലേക്ക് വെക്കുക. ഭദ്രേ നാരായണ, അമ്മേ നാരായണ. ക്ഷേത്രമക പൊങ്കാല അടുപ്പിലേക്ക് മുഖ്യ കാർമ്മികൻ അഗ്നി പകർന്നതിന് ശേഷമാണ് ക്ഷേത്ര പരിസരത്തെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകർന്നു നൽകിയത്. തുടർന്ന് പൊങ്കാല നിവേദിക്കുകയും ചെയ്തതോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. അയ്യപ്പസേവാ സംഘം സംസ്ഥാന ട്രഷറർ PV സുരേഷ്, യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ, വൈസ് പ്രസിഡന്റുമാരായ വാസുദേവൻ നായർ, ഉദയകുമാർ മറ്റത്തിൽ, PG പ്രസാദ്, കറുപ്പുസ്വാമി കമ്പം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് TA ആനന്ദകുമാർ, PC രവീന്ദ്രനാഥ്, PK ജയൻ, അജിത് കുമാർ, മനോജ് കുറ്റിപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. നമസ്തേ. നമ്മുടെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ വളരെ താന്ത്രിക പൂജാ കർമ്മങ്ങളിലോടുകൂടി തന്നെ നടന്നു വരുന്നു. നമ്മുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് മീനഭരണി. ഇന്ന് ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാലയും അതുപോലെ സമർപ്പിക്കുന്ന വൈകിട്ടത്തെ വടക്കുപുറത്ത് വലിയ ഗുരുതിയുമാണ് ഇവിടുത്തെ ഏറ്റവും മഹത്തായ വഴിപാടായിട്ട് ആചരിച്ച് വർഷങ്ങളായിട്ട് പോരുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ബലിയർപ്പണ പ്രാരംഭഗാനം റിലീസ് ചെയ്തു. കല്ലൂർക്കാട് സ്വദേശി തോമസ് കാട്ടാങ്കോട്ടിൽ രചിച്ച ഹൃദയത്തിൽ അൾത്താരയിൽ എന്ന ഗാനമാണ് റിലീസ് ചെയ്തത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ റിലീസിംഗ് കർമ്മം നിർവഹിച്ചു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ബലിയർപ്പണ പ്രാരംഭഗാനം റിലീസ് ചെയ്തു. കല്ലൂർക്കാട് സ്വദേശി തോമസ് കാട്ടാങ്കോട്ടിൽ രചിച്ച ഹൃദയത്തിൽ അൾത്താരിൽ എന്ന ഗാനമാണ് റിലീസ് ചെയ്തത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് TDC സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമിൽ വെച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ റിലീസിംഗ് കർമ്മം നിർവഹിച്ചു. പരസ്പരം സ്നേഹം പങ്കുവച്ചിവിടെ ഒരിക്കലും അണയാത്ത തിരി കൊളുത്താം. തോമസിന്റെ പാട്ടുകളെന്ന് പറഞ്ഞത് പാട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് സിജോ പറഞ്ഞ മാതിരി തക്കതായ അംഗീകാരം ഇപ്പോഴും കിട്ടാത്ത ഒരു വ്യക്തിത്വമാണ് തോമസ്. ഇവിടെ ഗ്രോട്ടോ മാതാവിനെ വാഴ്ത്തിക്കൊണ്ട് കല്ലായി മാറിയ എന്നുള്ള ആദ്യത്തെ പാട്ട് ഞാനിപ്പോൾ ഓർക്കാം. ഇത് കഴിഞ്ഞ 2ാമത് വന്നു. അന്ന് വളരെ പോപ്പുലർ ആയിരുന്നു ഗാനങ്ങൾ.
പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ കാര്യങ്ങൾ. എസ്പെഷ്യലി ഞാൻ ഒന്നാമത് ഒബ്സർവേഷനിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എത്രയെത്ര ഗായകർ വന്നു, എത്രയെത്ര ഗാനരചയിതാക്കൾ വന്നു. പണ്ടൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇന്ന ഗാനങ്ങൾ ഇന്ന ഗായകർ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നു. ഇപ്പൊ ഏറെ പേർ വരുന്നു, ഏറെ പേര് രംഗത്ത് മിടുക്കരായിട്ട് വരുന്നുണ്ട്. ഡോക്ടർ മേരിക്കുട്ടി, സംവിധായകൻ ജോൺസൺ പൊന്നുരുന്നി, സിജോ കൊട്ടാരത്തിൽ, മനോജ് വെള്ളാരം, മുരളി തൊടുപുഴ, ജോമോൻ കാട്ടാംകോട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോളി ജോസഫ് സ്വാഗതവും സണ്ണിക്കെപ്പോൾ നന്ദിയും പറഞ്ഞു. തോമസ് കാട്ടാംകോട്ടിൽ രചിച്ച 35ാമത്തെ ഗാനമാണിത്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു നന്മ പറയുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അഭിപ്രായം. പൊതുവെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിന് പുറകോട്ടാ നിൽക്കുകയുള്ളൂ. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിലാവോ അങ്ങനെയൊക്കെ. പക്ഷെ അതിന് കൃത്യമായൊരു അന്ന് എനിക്കൊരു വിവരണം തന്നു. അത് എന്നെ മനസ്സിപ്പോഴും കിടക്കുകയാണ്. അതൊരു പ്രചോദനമായിരുന്നു പിന്നീട് ഭാവിയിലേക്ക് ചെയ്യുന്നതിന് എന്ന് പറയുന്നത് അതിന് സന്തോഷമുണ്ട്. രാജകുമാരി മ്യൂസിക്, അനാമിക ദിനിൽ എന്നിവരാണ് ആലപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ മലയോര ജില്ലകൾ നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. മലങ്കര CSI പള്ളി ദേവാലയ പ്രതിഷ്ഠ നടത്തി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ചു. വഴിതർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു. മുള്ളരിങ്ങാട് പുത്തൻപുരയ്ക്കൽ സുരേന്ദ്രനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 11-ന് ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് പോയ വയോധികനെ വാഹനം തടഞ്ഞു നിർത്തി ഇറക്കിയതിനു ശേഷമാണ് മർദ്ദിച്ചത്. മതസൗഹാർദ്ദത്തിന് മാതൃകയായി ഇടുക്കിയിലെ രാജാക്കാട്. നോമ്പുതുറയിൽ പങ്കാളികളായി വിവിധ മതവിശ്വാസികൾ. മതസൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകി ഇഫ്താർ സംഗമം നടന്നു. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ അധ്യാപകർ മൂടിക്കെട്ടി പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.